ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഈവനിങ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഇന്ന് നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പുറത്തു പോകാന്ന് പറയുമ്പോൾ ഇന്നൊരു വീക്ക് ഡേ ആണ്. അപ്പോൾ വീക്ക് ഡേ നമ്മൾ നോർമലി എങ്ങോട്ടും പോകാറില്ല, കാരണം മോക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോകാറില്ല. പക്ഷെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. അപ്പോൾ പുള്ളിക്കാരത്തിനെയും കൊണ്ട് നമ്മൾ അടുത്തൊരു പാർക്കിൽ ജസ്റ്റ് ഒരു ഔട്ടിങ് പോലെ പോകാം എന്നൊരു പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മോളുടെ അടുത്ത് ഇങ്ങനെ ബസ് ഇറങ്ങി ഉടനെ പറയായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ബാഗ് കഴിക്കാൻ മറന്നിട്ട് അല്ലെങ്കിൽ എടുക്കണം എന്ന് പറയാൻ മറന്നിട്ട് പുള്ളിക്കാരത്തി സുഖമായിട്ട് എന്താ സർപ്രൈസ് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കാട്ടോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ വീട്ടിൽ നിന്ന് മോളെ ബസ്സിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ പോയി പാലൊക്കെ കൊടുത്ത് അവളെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നേരെ പോയി. നല്ല അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, അതായത് ചൂടില്ലാത്ത ഒരു സൺലൈറ്റും ഒക്കെ കണ്ണടച്ചിട്ടേ നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അത്തരത്തിൽ നല്ല ലൈറ്റും ഒക്കെ ഉള്ള ഒരു വൈകുന്നേരമായിരുന്നേ. നമ്മളൊരു പാർക്കിലേക്കാണ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആലത്തൂരുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, കാരമല എന്ന് പറഞ്ഞിട്ട്. ഈ കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബറിലാണ് ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞത്. വലിയ കാര്യമായിട്ടുള്ള ഒരു ഹെവി പാർക്കൊന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈവനിങ് അതിന് നിയർ ബൈ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ റിലാക്സ് ചെയ്യാനും കാമായിട്ടൊക്കെ ഇരിക്കാനും പറ്റി നല്ലൊരു സൺസെറ്റും കൂടെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പാർക്കാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ പോകുന്ന വഴി ഒരു രക്ഷയില്ല, കാരണം അത്രയ്ക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. ചുറ്റും നമ്മൾ ഈ പറയില്ലേ പച്ചപ്പും ഹരിതാപം എന്നൊക്കെ പറയില്ലേ, അതെന്താണെന്ന് ഈ വഴി കൂടെ പോകുമ്പോഴായിരുന്നു നമുക്ക് അറിയാൻ പറ്റുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് എന്താ വെച്ചാൽ പോകുന്ന വഴിക്ക് ഒരു അമ്പലം ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പം നമ്മൾ ആ അമ്പലത്തിലും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിൽ പോയി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലം. ഇതും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാമായിട്ടുള്ള ഒരു അമ്പലമായിരുന്നു. പക്ഷെ അവിടെ എന്താ വെച്ചാൽ ചെറിയ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് മെസ്സപ്പായിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു നോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കുറേ സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല അമ്പലമായിരുന്നു. നന്നായി പ്രാർത്ഥിച്ചു, ദേവീനെയൊക്കെ കണ്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും മൈൻഡൊക്കെ റിലാക്സ് ചെയ്തു കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഒരുപാട് ക്രൗഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെക്കൂടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ നടക്കാനും, നമ്മൾ അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പാത്ത് വേസ് ഒക്കെ ഭയങ്കര വൃത്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ കുറച്ചുകൂടെ സുഖമായിരിക്കുമല്ലോ. അതുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൂപ്പർബായിരുന്നു കേട്ടോ. ശരിക്കും റിയലി റിയലി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ദേവീനെയൊക്കെ കാണേണ്ടത് തന്നെയാണ്. എൻ്റെ അമ്മ എന്തൊരു ഭംഗിയാണെന്നോ. അപ്പോൾ ഞങ്ങൾ നല്ല വ്യൂ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നല്ല റിലാക്സിങ്ങും കൂടിയായിരുന്നു. പറഞ്ഞാൽ വാക്കുകൾക്ക് അതീതമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഇത് പറയുന്നത് കേട്ടോ. അവിടെ നിന്ന് വളരെ കുറച്ചേ ഉള്ളൂ ഈ പാർക്കിലോട്ട്. അപ്പോൾ ഞങ്ങൾ പാർക്കിലോട്ട് എത്തി. പാർക്കിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ പേരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഹൈപ്പൊക്കെ. അവിടെ വളരെ കുറച്ച് റൈഡുകൾ കുട്ടികൾക്ക്, അതായത് ഒരു സ്ലൈഡ്, ഒരു ഊഞ്ഞാല്, പിന്നെ ഒരു ട്രാംപലിൻ, ഒന്ന് രണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടി സാധനങ്ങൾ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വലിയ ആൾക്കാർക്ക് ഈ ഓപ്പൺ ജിമ്മിലൊക്കെ കാണുന്ന പോലെ 1-2 സാധനങ്ങളുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ അതിന്റെ ഹൈലൈറ്റ്, ആ പാർക്കിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സൺസെറ്റ് വ്യൂവും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഉള്ളതാണ് കേട്ടോ. നമുക്ക് ഈ യോഗ പോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. മെഡിറ്റേഷനും യോഗയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ഒരു നെഗറ്റീവ് എന്താ വെച്ചാൽ അവിടെ അടുത്ത് കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 1-2 കടകൾക്കുള്ള സ്കോപ്പൊക്കെ ഞാൻ അവിടെ കണ്ടു. അതായത് കുട്ടികൾക്കുള്ള വല്ല ടോയ്സിൻ്റെ ഒക്കെ കടകൾ, ഈ തൊപ്പിയോ അല്ലെങ്കിൽ കാറ്റാടിയോ ബലൂണോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി സെയിലാവും. എന്തായാലും അവിടെ ഡെയിലി ഒരാളെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടാവും കുട്ടികൾ. അപ്പോൾ ആ കുട്ടികൾ തീർച്ചയായിട്ടും ടോയ് ഷോപ്പ് വേണ്ട എന്നൊന്ന് വേണമെന്നും പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സാധ്യത ഞാൻ അവിടെ കാണുന്നു. അതുപോലെ തന്നെ ഒരു കൂൾ ഡ്രിങ്ക് ഷോപ്പും കേട്ടോ. ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ്, ബേക്കറി പോലത്തെ ഒരു ഷോപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ പോയിരിക്കുമ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കും കൂടെ, അകത്ത് കൊണ്ടുപോയിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കും കൂടെ ചെയ്യാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസ്ക്രീമോ ജ്യൂസോ അല്ലെങ്കിൽ വല്ല മീൻസ് എന്തെങ്കിലും പലഹാരങ്ങൾ, കട്ട്ലേറ്റ്, പപ്സ്, സമൂസ അല്ലെങ്കിൽ വട, പഴംപൊരി, ഇങ്ങനെയുള്ള തട്ടുകട ഇട്ടാൽ പോലും നല്ല സ്കോപ്പാണ്. അപ്പോൾ ഒരു ബിസിനസ് സാധ്യതയും കൂടെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. ഇത് നോക്കൂ, എന്ത് ബ്യൂട്ടിഫുൾ ആണ് അല്ലേ ഈ സൺസെറ്റ് കാണാൻ. എനിക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഞാൻ ഇതിനെ ഇത്രയും ഭംഗിയില്ലാണ്ട് എടുത്തത്. പക്ഷെ ഒരു വീഡിയോഗ്രാഫി അറിയുന്ന ആളാണ് എങ്കിൽ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്, ഇത് ക്യാപ്ചർ ചെയ്ത രീതി എന്ന് പറയുന്നത്, അത് ശരിക്കും വാക്കുകൾക്ക് അതീതമായി തന്നെ എടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. ഞാൻ എടുത്തതിൽ ഉള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. പക്ഷെ ശരിക്കും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു.
അവിടെ ഒരു ഫോട്ടോ പോയിന്റാണ് ഉള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത് കുറേയൊക്കെ നശിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു ലൈറ്റ് പോയിരിക്കണു, അതുപോലെ ഈ ഐ ലവ് കാരമല എന്ന് എഴുതിയിരിക്കുന്ന ആ ലൈറ്റ് പോയിരിക്കണു, ഒരു സോളാർ ലൈറ്റ് പോയിരിക്കണു. അങ്ങനെ കുറച്ച് അപ്ഗ്രേഡേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കുറച്ച് ഡീഗ്രേഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നവരത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാവരും അധികാരികളും ഒക്കെ ശ്രദ്ധിച്ചിത് നല്ലതാക്കി മാറ്റുക. അപ്പോൾ അത്രത്തേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്